ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലീലവിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ്. ഒരു ചെറിയ ആപ്പിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ആപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എടുത്ത ഫോണിൽ റെക്കോർഡ് ചെയ്ത ഒരു വീഡിയോയിൽ നിന്ന് HD സ്ക്രീൻഷോട്ട്സ് എങ്ങനെ നമുക്ക് എടുക്കാൻ സാധിക്കും എന്നതാണ്, ക്യാപ്ചർ ചെയ്ത് ഗാലറിയിൽ സേവ് ചെയ്യാൻ സാധിക്കുമെന്നതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അതിനുവേണ്ടി നമ്മളെ സഹായിക്കാൻ ഒരു ആപ്പ് നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ആ ആപ്പിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഡൗൺലോഡ് ലിങ്കും താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് പോയി ഡൗൺലോഡ് ചെയ്യൽ. അതിന് മുന്നേ തന്നെ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നുള്ളത് ഞാൻ ചെറിയൊരു രീതിയിൽ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് കാണിച്ചു തരാം. എന്തായാലും നമുക്ക് നേരെ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം. ഇതിൻ്റെ ആവശ്യകത വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് യൂട്യൂബ് ആയാലും അല്ലെങ്കിൽ മറ്റ് എന്ത് മാധ്യമങ്ങളിൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ആളുകളാണെങ്കിലും നമുക്ക് നമ്മുടെ വീഡിയോയിൽ നിന്ന് ചിലപ്പോൾ ഒരു ഫ്രെയിമോ അല്ലെങ്കിൽ 2 ഫ്രെയിമോ നമുക്ക് ഇമേജ് ആയിട്ട് എടുക്കേണ്ടി വരും. തമ്പനെയിൽ ഉണ്ടാക്കാനോ പോസ്റ്റർ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ പരസ്യത്തിനോ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് അതിൽ നിന്നൊരു ഇമേജ് ആവശ്യം വരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും. ആ ഒരു സമയത്ത് നമ്മുടെ ഫോണിൻ്റെ ഡിഫോൾട്ട് ആയിട്ടുള്ള സ്ക്രീൻഷോട്ട് മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ക്ലാരിറ്റി കറക്റ്റായിട്ട് കിട്ടാറില്ല. അതുകൊണ്ട് ഈ ആപ്പ് നമുക്ക് നല്ലൊരു ക്ലാരിറ്റി തന്നെ നമുക്ക് ആ ഫ്രെയിം നമുക്ക് സേവ് ചെയ്ത് ഒരു ഇമേജ് ആക്കി നമ്മുടെ ഗാലറിയിൽ നമുക്ക് അവൈലബിൾ ആക്കി തരും. അപ്പോൾ നമുക്ക് ആ ആപ്പിനെ കുറിച്ചിട്ട് കാണാൻ വേണ്ടി മൊബൈൽ സ്ക്രീനിലേക്ക് പോകാം. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോസിൽ നിന്ന് HD സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട ആപ്പ് വീഡിയോ ടു ഫോട്ടോസ് എന്ന MB കുറഞ്ഞ വളരെ ചെറിയൊരു ആപ്പാണ്. അതിൽ നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു പ്ലസ് ഐക്കൺ നമുക്ക് കാണാം. അത് ആദ്യം ക്ലിക്ക് ചെയ്യുക. ഇത് നമ്മുടെ വീഡിയോ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീഡിയോസ് എല്ലാം നമുക്ക് ഗാലറിയിൽ കാണാം. അവിടെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഫയൽസിൽ പോയിട്ടാണെങ്കിലും ഗാലറിയിൽ പോയിട്ടാണെങ്കിലും നമുക്ക് നമ്മുടെ വീഡിയോ സെലക്ട് ചെയ്യാം. തൽക്കാലം ഞാൻ ഇതിൽ നിന്നൊരു വീഡിയോ സെലക്ട് ചെയ്യുകയാണ്. വീഡിയോ സെലക്ട് ചെയ്ത് നമുക്കിവിടെ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ പ്ലേ ആവുന്ന സമയത്ത് നമുക്ക് ഏത് പൊസിഷനിലാണോ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കേണ്ടത് ആ പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കിവിടെ താഴെ കാണുന്ന ക്യാമറ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ക്യാമറ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ലൈവായിട്ട് ഇതുപോലെ ലൈവായിട്ട് നമുക്ക് നമ്മുടെ HD സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റും. സ്ക്രീൻഷോട്ടുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ കാണുന്ന ടിക്ക് ഐക്കൺ ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് ഇവിടെ നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ചെയ്യുമെന്നൊരു മെസ്സേജ് ഉണ്ടാവും. അത് യെസ് ക്ലിക്ക് ചെയ്യുക. യെസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് തന്നെ ഗാലറി ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇവിടെ ഓപ്പൺ ഗാലറി എന്ന ഓപ്ഷനിൽ യെസ് ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ നോ ക്ലിക്ക് ചെയ്യാം. ഇവിടെ യെസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഗാലറി ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ HD സ്ക്രീൻഷോട്ട്, നമ്മുടെ വീഡിയോയിൽ നിന്ന് എടുത്ത HD സ്ക്രീൻഷോട്ട് ഇമേജ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈ ആപ്പിൻ്റെ ഒരു യൂസേജ് മെത്തേഡ്. അപ്പോൾ വീഡിയോയിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കുന്ന ഈ ആപ്പ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഈ മെത്തേഡ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മാത്രമല്ല, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനെ കൂടെ തന്നെ കാണുന്ന ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ ഇറ്റ്സ് ബൈ ഫ്രം ഷമീൽ. ഓൾവേസ് ലീവ് ലൈവ്.